ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ നിത്യവും നമ്മൾ ഉപയോഗിക്കുന്ന കേട്ടിട്ടുള്ള 3 വാക്കുകളാണ്. മച്ച്, മെനി, എ ലോട്ട് ഓഫ്. മച്ച്, മെനി, എ ലോട്ട് ഓഫ്. ഓക്കെ, നമ്മൾ എവിടെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ വാക്കുകൾ എന്നൊന്ന് പരിചയപ്പെടാം. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. യെസ്, അപ്പോൾ നമ്മൾ പറഞ്ഞു മച്ച്, മെനി, എ ലോട്ട് ഓഫ്. യെസ്, ഈ 3 വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരുപാട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, ധാരാളം, ഒരു അളവ്, ക്വാണ്ടിറ്റി പറയാൻ വേണ്ടിയിട്ടാണ്, ഒരുപാടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മച്ച്, മെനി, എ ലോട്ട് ഓഫ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതായത് ഒരു അളവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട്, നമ്മൾ കൃത്യമായൊരു തൂക്കം, ഒരു അളവ് പറയാണ്ട് ഒരുപാടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മച്ച്, മെനി, എ ലോട്ട് ഓഫ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ 3 നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കില്ല. ചില സാഹചര്യങ്ങളിൽ ഇത് മാറ്റി മറിച്ചൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് നോക്കാം മെനി. മെനി, ഈ മെനി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരുപാടുണ്ട്, ധാരാളം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ എവിടെയാണ് നമ്മൾ ഈ മെനി ഉപയോഗിക്കുന്നത്? യെസ്, നമുക്കിങ്ങനെ എണ്ണാൻ സാധിക്കുന്ന വസ്തുക്കൾ, ആളുകൾ, ഇങ്ങനെ എണ്ണാൻ പറ്റുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതിന് കൂടെ അത് ഒരുപാടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെനി ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിൽ അതിനെ കൗണ്ടബിൾ നൗൺസ് എന്നൊക്കെ പറയാറുണ്ട്. നമുക്കിങ്ങനെ വിരലിൽ എണ്ണാനും കണക്ക് കൂട്ടാനും പറ്റുന്ന അത്തരത്തിലുള്ള വസ്തുക്കൾ, ആളുകൾ ഒക്കെയാണ് നമ്മൾ കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറയാണ് മെനി സ്റ്റുഡൻസ്. മെനി സ്റ്റുഡൻസ്, ധാരാളം വിദ്യാർത്ഥികൾ, അല്ലേ, ധാരാളം സ്റ്റുഡൻസ് എന്ന് പറയാണ്. ഈ ധാരാളം സ്റ്റുഡൻസിന് ഇവിടെ നമ്മൾ മെനി ഉപയോഗിക്കാൻ കാരണം ആ സ്റ്റുഡൻസ് നമുക്കിങ്ങനെ എണ്ണാൻ പറ്റും, അല്ലേ, 1 2 3 എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റും. അതാണ്, സ്റ്റുഡൻസിനെ നമുക്കിങ്ങനെ വരിക്ക് നിർത്തിയാൽ അവരെ എണ്ണാൻ പറ്റും. ക്ലാസ്സിൽ പോയിട്ട് ഇങ്ങനെ എണ്ണ എടുക്കാൻ പറ്റില്ലേ, എണ്ണാൻ പറ്റുന്ന നൗണുകളാണ്. അപ്പോൾ അത്തരത്തിൽ എണ്ണാൻ പറ്റുന്ന, എണ്ണി കണക്കാക്കാൻ പറ്റുന്ന അത്തരം കാര്യങ്ങൾ ധാരാളം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മെനി ഉപയോഗിക്കും. ഓക്കെ, മെനി സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ് ആബ്സെൻറ്റ് ടുഡേ. ഈ ക്ലാസ്സിലെ ഒരുപാട് സ്റ്റുഡൻസ് ഇന്ന് ആബ്സെൻ്റ് ആണ്. മെനി സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ് ആബ്സെൻറ്റ് ടുഡേ. ഈ ക്ലാസ്സിൽ ഒരുപാട് സ്റ്റുഡൻസ് ഇന്ന് ആബ്സെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇങ്ങനെ പറയാം, ഇപ്പോൾ ഒരാൾ ഒരു പ്രദേശത്ത് പുതിയതായിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാനിവിടെ ഒരുപാട് ഫ്രണ്ട്സുകളെ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അല്ലേ, ഞാൻ ഒരുപാട് ഫ്രണ്ട്സുകളെ ഒന്നും ഞാനിവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഐ ഹാവൻറ്റ് മെയ്ഡ് മെനി ഫ്രണ്ട്സ് ഹിയർ. ഐ ഹാവൻറ്റ് മെയ്ഡ് മെനി ഫ്രണ്ട്സ് ഹിയർ. ഞാനിവിടെ ഒരുപാട് ഫ്രണ്ട്സുകളെ ഒന്നും സമ്പാദിച്ചിട്ടില്ല. ഐ ഹാവൻറ്റ് മെയ്ഡ് മെനി ഫ്രണ്ട്സ് ഹിയർ. ഹാവിൻ്റെ എന്നാണ് പറഞ്ഞിട്ടോ, ഹാവ് എന്നല്ല പറഞ്ഞത്, ഹാവിൻ്റെ. ഐ ഹാവൻറ്റ് മെയ്ഡ് മെനി ഫ്രണ്ട്സ് ഹിയർ. ഞാൻ ഒരുപാട് ഫ്രണ്ട്സുകളെ ഒന്നും ഇവിടെ ഉണ്ടാക്കിയില്ല. ആ ഫ്രണ്ട്സുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് അവരെ എണ്ണി കണക്കാക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് നമ്മളവിടെ മെനി ഉപയോഗിച്ചത്. ഓക്കെ, ഇപ്പോൾ ഒരാൾ ഇങ്ങനെ പറയാണ്, ഞാൻ ധാരാളം സിനിമകൾ കാണാറുണ്ട്, ഞാൻ ധാരാളം സിനിമകൾ കാണുന്നുണ്ട് എന്ന് പറയാണ്. ഐ വാച്ച് മെനി ഫിലിംസ്. ഐ വാച്ച് മെനി ഫിലിംസ്. കാരണം ആ ഫിലിംസ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എണ്ണാൻ പറ്റുന്ന, അല്ലെ, ഒരു സിനിമയുടെ പേര് പറഞ്ഞിട്ട് 1 2 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എണ്ണി കണക്കാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവിടെ മെനി ഉപയോഗിച്ചത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നമ്മൾ മച്ച് ആണ് പറയാൻ പോകുന്നത്. മച്ച്. ഓക്കെ, ഈ മച്ച് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, അതായത് നമുക്ക് എണ്ണി കണക്കാക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള വസ്തുക്കൾ, അങ്ങനെയുള്ള സാധനങ്ങൾ, നമുക്ക് എണ്ണാൻ പറ്റാത്ത നൗണുകൾ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെയൊക്കെയാണ് നമ്മൾ മച്ച് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വെള്ളം. വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണാൻ പറ്റുമോ? ഈ വെള്ളം എന്ന് പറയുന്നത് നമുക്ക് എണ്ണാൻ പറ്റില്ല, അത് അൺകൗണ്ടബിൾ ആണ്. കാരണം ഇപ്പോൾ ഒരാൾ ഒരു 10-20 കുപ്പികളിൽ വെള്ളം നിറച്ചു വെച്ചാൽ കുപ്പികൾ 20 കുപ്പികളിൽ അല്ലെങ്കിൽ ധാരാളം കുപ്പികളിൽ വെള്ളമുണ്ട് എന്ന് പറയാൻ പറ്റും. അവിടെ നമുക്ക് മെനി ഉപയോഗിക്കാം. പക്ഷേ എന്നാലും വെള്ളം എന്ന് പറയുന്നത് സ്വാഭാവികമായും എണ്ണാൻ പറ്റാത്ത ഒരു നൗണാണ്. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നമ്മൾ ധാരാളം വെള്ളം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് മച്ചാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് മെനി ആൻഡ് മച്ച്, ഇവ തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ നമ്മൾ ഫുഡ്, ഭക്ഷണം. ഈ ഭക്ഷണമൊക്കെ പറയുമ്പോൾ നമ്മൾ മെനി എന്നല്ല പറയാം, മച്ച് എന്ന് തന്നെയാണ് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഷീ ഹാസ് ഈറ്റൺ മച്ച് ഫുഡ്. ഷീ ഹാസ് ഈറ്റൺ മച്ച് ഫുഡ്. അവൾ ധാരാളം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഷീ ഹാസ് ഈറ്റൺ മച്ച് ഫുഡ്. അവൾ ധാരാളം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഒരുപാട് ഭക്ഷണം അവൾ കഴിച്ചിട്ടുണ്ട്. അവിടെ ധാരാളം എന്ന് പറയാൻ വേണ്ടിയിട്ട് മെനി എന്നല്ല ഉപയോഗിച്ചത്, മച്ച് എന്നാണ് നമ്മൾ ഉപയോഗിച്ചത്. ഷീ ഹാസ് ഈറ്റൺ മച്ച്
ഫുഡ്. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ എങ്ങനെയാണ്? ഇപ്പോൾ ഒരാൾ ഇങ്ങനെ പറയാണ്, എനിക്ക് ഭക്ഷണത്തിൽ ധാരാളം ഉപ്പ് ഇഷ്ടമല്ല. ഭക്ഷണത്തിൽ എനിക്ക് ധാരാളം ഉപ്പ് ഇഷ്ടമല്ല. ആ ഉപ്പ് നമുക്കിങ്ങനെ എണ്ണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളവിടെ മച്ചാണ് ഉപയോഗിക്കുക. ഇപ്പം ഇങ്ങനെയാണ് പറയുന്നത്, ഐ ഡോണ്ട് ലൈക്ക് മച്ച് സാൾട്ട് ഇൻ മൈ ഫുഡ്. ഐ ഡോണ്ട് ലൈക്ക് മച്ച് സാൾട്ട് ഇൻ മൈ ഫുഡ്. എൻ്റെ ഭക്ഷണത്തിൽ എനിക്ക് ധാരാളം ഉപ്പ് ഉണ്ടാകുന്നത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ധാരാളം ഉപ്പ് എനിക്ക് എൻ്റെ ഭക്ഷണത്തിൽ ഇഷ്ടമല്ല. അവിടെ മച്ചാണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരാൾ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചില ആളുകൾ വെറുതെ പോയിട്ട് ആ കിണറിലേക്ക് ഒന്ന് ഇങ്ങനെ എത്തി നോക്കൂ അല്ലേ, വെറുതെ. അതൊരു ചടങ്ങ് പോലെയാണ് തോന്നുന്നു. കിണറിലേക്ക് വെറുതെ നോക്കിയിട്ട് പറയും, കിണറ്റിൽ നല്ല വെള്ളം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടല്ലോ, ധാരാളം വെള്ളം ഉണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് പറയുകയാണെങ്കിൽ നമ്മൾ മച്ച് എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ദർ ഈസ് മച്ച് വാട്ടർ ഇൻ ദി വെൽ. ദർ ഈസ് മച്ച് വാട്ടർ ഇൻ ദി വെൽ. കിണറ്റിൽ ഇഷ്ടംപോലെ ധാരാളം വെള്ളം ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മച്ച് ആൻഡ് മെനി നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് എ ലോട്ട് ഓഫ് അല്ലെങ്കിൽ ലോട്ട്സ് ഓഫ്. ഇതിൻ്റെയും അർത്ഥം ധാരാളം തന്നെയാണ്. ഇത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, ലോട്ട് ഓഫ് ആൻഡ് ലോട്ട്സ് ഓഫ്. ഇവിടെ നമ്മൾ എണ്ണാൻ പറ്റുന്നതിൻ്റെ കൂടെയും എണ്ണാൻ പറ്റാത്ത നൗണുകളുടെ കൂടെയും നമുക്ക് ലോട്ട് ഓഫ് അല്ലെങ്കിൽ ലോട്ട്സ് ഓഫ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാൻ 1-2 എക്സാമ്പിളുകൾ മാത്രം പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഫംഗ്ഷനെ കുറിച്ച് പറയാണ്, ഒരുപാട് ആളുകൾ ആ ഫംഗ്ഷന് പോയി എന്നൊരാൾ പറയാണ്. ഒരുപാട് ആളുകളായതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ മെനി അല്ലെങ്കിൽ മച്ച് ഉപയോഗിക്കേണ്ട, പകരം നമുക്ക് ലോട്ട് ഓഫ് അല്ലെങ്കിൽ ലോട്ട്സ് ഓഫ് ആണ് ഉപയോഗിക്കുന്നത്. A lot of people went to the function. A lot of people went to the function. അവിടെ a lot of ആണ് ഉപയോഗിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, lots of people went to the function. Lots of people went to the function. ഒന്നെങ്കിൽ a lot of എന്ന് പറയാം, അല്ലെങ്കിൽ lots of എന്നും പറയാം. രണ്ടും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, a lot of people went to the ഫംഗ്ഷൻ. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിളോടെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരാൾ ഇങ്ങനെ പറയാണ്, നീ പേടിക്കണ്ട, അവിടെ കപ്പോർഡിൽ ഇഷ്ടംപോലെ ഭക്ഷണം ഞാൻ വെച്ചിട്ടുണ്ട്. ഒരുപാട് ഭക്ഷണം ഞാൻ ആ കപ്പോർഡിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം ഫുഡ് കബോർഡിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ്. അവിടെ നമുക്ക് ധാരാളം ഒരുപാട് എന്ന് പറയുന്നിടത്ത് നമുക്ക് ലോട്ട്സ് ഓഫ് എന്ന് പറയാം, അല്ലെങ്കിൽ എ ലോട്ട് ഓഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പം ഇങ്ങനെയാണത് പറയുന്നത്, ദർ ഈസ് എ ലോട്ട് ഓഫ് ഫുഡ് ഇൻ ദി കപ്പോർഡ്. ദർ ഈസ് എ ലോട്ട് ഓഫ് ഫുഡ് ഇൻ ദി കപ്പോർഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലോട്ട് ഓഫ് ഉപയോഗിക്കുന്നത്, മച്ച് ഉപയോഗിക്കുന്നത്, മെനി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത് നിങ്ങൾ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുള്ളായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.